ഹായ് ഗായ്സ്, വെൽക്കം മൈ ഗെയിമിംഗ് വീഡിയോസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ആൻഡ്രോയിഡ് ഫോൺസിൽ PC ഗെയിംസ് റണ്ണാക്കുക, എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ളതാണ്. അതിന് ഫസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെന്റിലേറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിൽ വെന്റിലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം വെന്റിലേറ്റർ ആൻഡ്രോയിഡ് ആപ്പ് എന്ന് കാണുന്ന നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം വെന്റിലേറ്റർ 10.0 APK 141 MB. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ആക്കുന്നത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സൈറ്റ് ഓപ്പൺ ആക്കിയത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെന്റിലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വെന്റിലേറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ശേഷം നമ്മൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ സ്ക്രീൻ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഗ്രാഫിക്സ് ഡ്രൈവ് എന്ന് കാണാം, അതും പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോസസ്സറിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അഡ്രീനോ എന്ന് കൊടുക്കുകയാണ്, കാരണം എൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. അതുകൊണ്ട് അഡ്രീനോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ DXVK എന്ന് കാണാം, ഇതിലാണ് നമ്മൾ സെറ്റിങ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വേർഷൻ 2.41 എന്ന് കാണാം, അതിൽ 2.61 എന്ന് കൊടുക്കുക. ഫ്രെയിം റേറ്റ് നമ്മളൊന്നും പ്രത്യേകിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. മാക്സിമം ഡിവൈസ് മെമ്മറി എന്ന് കാണാം, അത് നമുക്ക് മാക്സിമത്തിൽ ഇട്ട് കൊടുക്കുക. ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി FPS ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഷോ FPS എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം തീം നമുക്ക് ജസ്റ്റ് ഡാർക്കിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് സെറ്റിങ്സിൽ ബോക്സ് 64 എന്ന് കാണാം, അത് നമ്മൾ മാക്സിമം പെർഫോമൻസിൽ തന്നെ ഇട്ട് കൊടുക്കുക. മാക്സിമം പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാർട്ടപ്പ് സെലക്ഷൻ എന്ന് കാണാം, അത് നമുക്ക് അഗ്രസീവ് സ്റ്റോപ്പ് സർവീസസ് ഓൺ സ്റ്റാർട്ടപ്പ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വിൻഡോസ് വേർഷൻ നമ്മൾ GTA 5 ആയതുകൊണ്ട് തന്നെ വിൻഡോസ് 10 തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അടിയിൽ ഇവിടെ GPUs കാണാം, അത് ഫുള്ള് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലിക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. കണ്ടെയ്നർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും ഓപ്പൺ ആയി വരിക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ GTA 5 ഇൻസ്റ്റാൾ ചെയ്ത ഫയലോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയലോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ഫോണിലോട്ട് കോപ്പി ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഫയലുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട്. ഗൂഗിളിൽ നിന്ന് ക്രാക്ക് ചെയ്ത വെർഷനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലോ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ നേരെ ഫോണിലോട്ട് കോപ്പി ചെയ്യുക. ശേഷം നമുക്കിവിടെ കാണാം GTA 5 ലോഞ്ചർ എന്ന്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ പ്രോബ്ലമാണ്. ഇങ്ങനെ പാച്ച് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും കാണിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ഇതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ GTA 5 ബാറ്റ്, അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഗെയിമിൽ എൻട്രി ആയിട്ടുണ്ട്, ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഗെയിം പ്ലേ ചെയ്യണോണ്ടാണ്
അത്യാവശ്യം ലാഗും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കാണാം ഗെയിമിൽ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഗെയിമിൽ എൻട്രി ആയിട്ടുണ്ട്. ബാക്ക് പാർട്ട് പ്രസ് ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് കൺട്രോൾസ്. അതിൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൺട്രോൾസ് ആണെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഓൾറെഡി കൺട്രോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ആക്കിയിട്ടാണ് ഗെയിം പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ലാഗും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കളിക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോണ് കൂളാവുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം FPS-ലും കാര്യത്തിൽ നമുക്ക് നല്ലപോലെ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് GTA 5 പ്ലേ ചെയ്യാം. കുറേ അധികം ഇമുലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇമുലേറ്ററാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. പിന്നെ എൻ്റെ വീഡിയോയിൽ പല പോരായ്മകളും ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതെല്ലാം ശരിയാക്കി നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതേപോലത്തെ കണ്ടൻറ്റ് ഗെയിമിംഗ് വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.